പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സംസർഗവും നിങ്ങളോട് കൂടെ കരുണയുള്ള ദൈവമേ, കനിവ് തോന്നണമേ. കനിവ് തോന്നണമേ. കരുണയുള്ള ദൈവമേ, കനിവ് തോന്നണമേ. ഭാവിയാണെങ്കിലും കനിവ് തോന്നണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ ഓർത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ,
ജീവന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പണിതുയർത്തിയവരെ അങ്ങേ സംരക്ഷണത്തിൽ നിന്ന് ഒരിക്കലും തള്ളിക്കളയരുതേ. അങ്ങേ നാമത്തോടെ എപ്പോഴും ഞങ്ങൾ ഭക്തിയാദരങ്ങൾ സ്നേഹമുള്ളവരാകുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ജോബിന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകി. ഗർഭത്തിൽ നിന്ന് സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കതകുതടിച്ച് തടഞ്ഞവർ ആര്? അന്ന് ഞാൻ മേഘങ്ങളെ അതിന് ഉടുപ്പും കൂരിട്ടിനെ അതിനെ ഉടയാടയുമാക്കി. ഞാനതിന് അതിർത്തികൾ നിശ്ചയിച്ച് കതകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, ഇവിടം വരെ നിനക്ക് വരാം, അതിനപ്പുറം വരുത്. ഇവിടെ നിന്റെ ഉദ്ധിതമായ തിരമാലകൾ നിൽക്കണം. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ചിലർ സമുദ്രയാത്രം ചെയ്യാൻ കപ്പലുകളിൽ പുറപ്പെട്ടു. അവർ കർത്താവിന്റെ പ്രവൃത്തികൾ ആഴിയിൽ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടു. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ കൊടുങ്കാറ്റ് വീശി, സമുദ്രത്തിൽ തിരമാലകൾ ഉയർന്നു. അവ ആകാശത്തോളം ഉയർന്നു, വീണ്ടും ആഴങ്ങളിലേക്ക് താണു. ഈ അപകടത്തിൽ അവരുടെ ധൈര്യം ചോർന്നുപോയി. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ ശമിച്ചു. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടുന്ന് അവരെ എത്തിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കളിൽ അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾ പ്രതിയും നന്ദി പറയട്ടെ. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നുവെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ.
ജീവനായക വചനമിതാ മനുഷ്യപുത്രൻ മനസ്സിൽ വിടരും ദൈവവചനമിതാ 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 ജീവനായക വചനമിതാ മനുഷ്യപുത്രൻ മനസ്സിൽ വിടരും ദൈവവചനമിതാ ദൈവവചനമിതാ ഹല്ലേലൂയ 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 കർത്താവ് നിങ്ങളോട് കൂടെ. മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ സായാഹ്നമായപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന് വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റ് ഉണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കുവാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തത ഉണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. കർത്താവിന്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, മാർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വചനവാക്യങ്ങൾ ഈശോ കടലിനെയും കാറ്റിനെയും ശാന്തമാക്കുന്ന ആ വലിയ സംഭവത്തെ പ്രതിപാദിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 3 വായിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന സങ്കീർത്തനം അത് ദാവീദ് ആലപിക്കുന്നതാണ്. ദാവീദ് 3-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം ആലപിക്കുന്നുണ്ട്, ഞാൻ സ്വസ്ഥമായി കിടന്നുറങ്ങുന്നു, സ്വസ്ഥമായി ഉണർന്നെഴുന്നേൽക്കുന്നു, എന്റെ അഭയം കർത്താവിങ്കലാണ്. ഞാൻ സ്വസ്ഥമായി കിടന്നുറങ്ങുന്നു, സ്വസ്ഥമായി ഉറക്കം എഴുന്നേൽക്കുന്നു, എന്റെ അഭയം കർത്താവിങ്കലാണ്. പ്രിയമുള്ളവരെ, ദാവീദ് ഇപ്രകാരം ആലപിക്കുമ്പോൾ ദാവീദിന്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദാവീദിന്റെ സ്വന്തം മകൻ ദാവീദ് എന്ന രാജാവിൽ നിന്നും തന്റെ രാജ്യമൊക്കെ പിടിച്ചെടുത്ത് ദാവീദ് ഒരു ഭിക്ഷക്കാരനെ പോലെ ആട്ടിപ്പായിക്കപ്പെട്ടു കഴിയുമ്പോൾ കയ്യിൽ ഒന്നുമില്ലാതെ വളരെ കലുഷിതമായി അസ്വസ്ഥമായി ജീവിക്കുന്ന നാളുകളിൽ ഈ ദാവീദ് ആലപിക്കുകയാണ്, ഞാൻ സ്വസ്ഥമായി കിടന്നുറങ്ങുന്നു, സ്വസ്ഥമായി ഉണർന്നെഴുന്നേൽക്കുന്നു, കർത്താവിലാണ് എന്റെ ആശ്രയമെന്ന്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ദാവീദ് രാജാവിന്റെ ഒരു ചെറുമകനാണ് ഈശോ. അങ്ങനെയുള്ള ഈശോയെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം പറയുന്നത്. കാറ്റും കൊടുങ്കാറ്റും തിരമാലയുമെല്ലാം ഉയർന്നു പൊങ്ങുമ്പോഴും ഈശോയെ കുറിച്ച് പറയുന്നത് തോണിയുടെ അമരത്ത് തലചായ്ച്ച് കിടന്ന് ശാന്തമായി ഉറങ്ങുന്ന ഈശോയെ കുറിച്ച്.
ഇനി ഈശോയ്ക്കും ദാവീദിനും മധ്യേ മറ്റൊരു മനുഷ്യനെയും നമ്മൾ കാണുന്നുണ്ട്. കലുഷിതമായ എല്ലാ അന്തരീക്ഷം നിലനിൽക്കുമ്പോഴും അതിനെല്ലാം മധ്യേ വളരെ ശാന്തതയോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്നവൻ, അത് വിശുദ്ധ ഔസേപ്പ് പിതാവാണ്. ഇങ്ങനെ ദാവീദ് രാജാവിനും ക്രിസ്തുവിനും ഔസേപ്പ് പിതാവിനുമൊക്കെ തങ്ങളുടെ അസ്വസ്ഥമായ ജീവിതത്തിന് ഇടയിലും പ്രശാന്തമായി നിലനിൽക്കുവാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് എന്ന് കാണുന്നത് ഇവരൊക്കെ കർത്താവിൽ മാത്രം അഭയം പ്രാപിച്ചവരാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ കടന്നു വരുന്ന സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, രോഗാവസ്ഥകൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന രാക്ഷസ തിരമാലകളും കൊടുങ്കാറ്റും കണക്കെയാണ്. എന്നാൽ ഇവയ്ക്കെല്ലാം മധ്യേ സ്വസ്ഥമായി കർത്താവിനെ കണക്കെ ശാന്തമായി നിനക്ക് ആയിരിക്കുവാൻ സാധിക്കണമെങ്കിൽ കർത്താവിൽ ആത്യന്തികമായി അഭയം പ്രാപിക്കുന്നവർക്ക് മാത്രമേ ഏത് അസ്വസ്ഥമായ സാഹചര്യത്തിലും ശാന്തമായി നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഒരൊറ്റ ചിന്ത മാത്രം നമുക്കിന്ന് ധ്യാനിക്കാം. നമ്മുടെ എല്ലാം ജീവിതം ഈ തോണി കണക്കെയാണ്. ഈ തോണി കണക്കെ നമ്മുടെ എല്ലാം ജീവിതം കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ ക്രിസ്തുവാണോ അതല്ലെങ്കിൽ കൊടുങ്കാറ്റാണോ? നമ്മളൊക്കെ ജീവിക്കുന്ന ജീവിത സാഹചര്യത്തിൽ, നമ്മളൊക്കെ ആയിരിക്കുന്ന കുടുംബത്തിൽ നമ്മൾ ക്രിസ്തുവാണോ? പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവയൊക്കെ ശാന്തമാക്കുന്ന കർത്താവാണോ നമ്മൾ? അതല്ലെങ്കിൽ കുടുംബത്തിലൊക്കെ നിസ്സാര കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവയൊക്കെ കൊണ്ട് കൂടുതൽ കൊടുങ്കാറ്റായിട്ടാണോ ജീവിക്കുന്നത്? കർത്താവ് ഇന്ന് നൽകുന്ന കൃപ സന്ദേശം, നമ്മളൊക്കെ ക്രിസ്തുമായി ജീവിക്കേണ്ടവരാണ്. നമ്മളൊക്കെ ആയിരിക്കുന്ന കുടുംബത്തിൽ, സമൂഹത്തിൽ, കൂട്ടായ്മയിൽ നമ്മളൊക്കെ ക്രിസ്തുവായിരിക്കണം. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും ശാന്തിയും നൽകുന്നതായിരിക്കണം. എന്നാൽ ചുരുക്കം ചില മനുഷ്യരൊക്കെ നമ്മൾ കാണുന്നത് കൊടുങ്കാറ്റ് കണക്കെ കർത്താവ് വയ്ക്കുന്നത് നമ്മൾ ശാന്തത. ഒരു കുഞ്ഞിനെ കുറിച്ച് എന്ന ഒരു സംഭവമുണ്ട്. വണ്ടി ഇടിയിൽ മരണാസന്നനായി ഈ റൂട്ടിൽ കിടക്കുന്ന ഈ കുറച്ചുപേർ കയ്യിലെടുത്ത് പിടിച്ചപ്പോൾ അവൻ പെട്ടെന്ന് മെഴി തുറന്നു. എന്നിട്ട് തന്നെ താങ്ങിയെടുത്തിരിക്കുന്നവരോട് ഈ കുഞ്ഞു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇനി എന്റെ അമ്മയ്ക്ക് ആര് ചോറ് കൊടുക്കും? ഇനി എന്റെ അമ്മയ്ക്ക് ആര് ചോറ് കൊടുക്കുമെന്ന ചോദ്യം ഈ കുഞ്ഞു ചോദിച്ചിട്ടാണ് ഇവൻ മിഴിയടച്ച് മരണമടയുന്നത്. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞിന്റെ അമ്മ രോഗാവസ്ഥയിൽ കിടക്കുന്നവളാണ്. ഈ അമ്മയ്ക്ക് വേണ്ടി ഈ കുഞ്ഞ് ഭിക്ഷയാചിച്ചാണ് ചോറ് നൽകുന്നത്. അതുകൊണ്ട് മരണത്തിലേക്ക് വഴുതി വീഴുമ്പോഴും ഈ കുഞ്ഞിന്റെ ചിന്ത അമ്മയെ കുറിച്ചുള്ളതാണ്. നമ്മുടെയും ജീവിതത്തിൽ കരുതൽ ഉള്ളവരായി ജീവിക്കുക, മറ്റുള്ളവരെയൊക്കെ സമാധാനിപ്പിക്കുന്ന ക്രിസ്തുമായി, സാന്ത്വനത്തിന്റെ ക്രിസ്തുമായി ജീവിക്കുക എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ അറിയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഏകദൈവത്തിലുള്ള വിശ്വാസം ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും
യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവരുടെ സൃഷ്ടികർത്താവും പിതാവുമായ സത്യദൈവമായ അവിടുന്ന് സകലം സൃഷ്ടിക്കുകയും മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാവസ്ഥ മനുഷ്യനായി തീർന്നു. കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിനെ ചെയ്യും. ജീവിക്കുന്നവരെയും മനുഷ്യരെയും തീരുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിൽ അവസാനമുണ്ടാവുകയും പിതാവിനോടൊപ്പം പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ഏകവും വിശ്വസവും സാമൂഹികവും അപ്പോസ്തലികമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സകല ക്രൈസ്തവ ജനത്തിനു വേണ്ടി ദൈവിക നന്മയുടെ സമൃദ്ധി സകല ക്രൈസ്തവ ജനത്തിനും ലഭ്യമാകുവാൻ കൃപയേകണമേ എന്ന് ദൈവമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൊതുഭരണാധികാരികൾക്ക് വേണ്ടി കർത്താവിന്റെ ശക്തി ഇവരിൽ എന്നും പ്രകടമാകുവാൻ അനുഗ്രഹമേകണമേ എന്ന് ദൈവമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന സമൂഹത്തിൽ സന്നിഹിതരാകുവാൻ സാധിക്കാത്ത നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി ദൈവമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങേ കാരുണ്യത്തിന്റെ ചെവി ചായ്ക്കുകയും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് ശ്രവിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്ന ഈ ദിവ്യബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും
നീതിയുടെയും സ്തുതിയുടെയും നീ ബലി സ്വീകരിക്കണമേ. ഇതിന്റെ പ്രവർത്തനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേക്ക് പ്രീതികരമായ ഞങ്ങളുടെ മാനസങ്ങളുടെ സ്നേഹാർപ്പണം സമർപ്പിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയം കർത്താവിങ്കലേക്ക് ഉയർത്തുവേ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. പരിശുദ്ധ ദൈവമേ, സർവശക്ത ജഗൽപൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എന്നുമെന്നേരം ഭക്തിയോടെ നന്ദി ചൊല്ലാം. മൃത്യുവേ പ്രഖ്യാപനം ചെയ്ത് മേലിടും വിജനം ആത്മഭക്തിയ ഉറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടീവരിതും രക്ഷിക്കുന്നു. നിൻവരവിനെ പ്രത്യാശയോടെ എന്ന് മണ്ണിൽ സ്വർഗീയ നായകർ മംഗളം പാടി വണങ്ങിയിടുന്നു. ആദിത്യോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയുടെ. കർത്താവേ
എന്നെ മാത്രമെടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടി പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവിൻ തിരുനിണമേ എന്നെ വാഴ്ത്തണമേ. യേശുവിൻ തൃക്കടജലമേ എന്നെ നിത്യം കഴുകണമേ. വിശ്വാസത്തെ മഹാരഹസ്യം കർത്താവേ, അങ്ങ് വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പു ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് പിതാവിനോടും വൈദിക ഗണത്തോടും അത് സഭയക്ക് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസുമത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ
ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും എന്നുമെന്നേ കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന പ്രത്യാശയോടെ ആലപിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ഈ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയോ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തിരികൾ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നവർ ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും യോഗ്യത എനിക്കില്ല.
ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മേവരെയും നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ തിരുശരീരത്തിന്റെ മൂല്യമായ രക്തത്തെ പ്രാപിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകവേ ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ